ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനേ ആനേറങ്ങൽ ഡാമിലെ ബോട്ടിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. 50 റുപ്പീസിൻ്റെ എൻട്രി ടിക്കറ്റൊക്കെയാണ് ഇവിടെ പെർ ഹെഡ്. അപ്പം നമ്മളതൊക്കെ എടുത്ത് അങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. നല്ല ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പൂന്തോട്ടമൊക്കെയാണ്. എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നല്ല ഇതാണ്, അങ്ങോട്ട് പോകുന്നവരെ വഴികളുണ്ട്, ഉള്ളിലേക്കൊക്കെ നമുക്ക് ചെന്ന് കാണാവുന്ന നല്ല ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വരുവാണെങ്കിൽ ഒത്തിരി കളിക്കാനുള്ള ഊഞ്ഞാലുകളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ വന്നിരിക്കാൻ പറ്റുന്ന പാർക്ക് ബെഞ്ചുകൾ, ഊഞ്ഞാലുകളെല്ലാം ഉണ്ട്. ഒത്തിരി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൂഞ്ചെടികളും പൂന്തോട്ടങ്ങളും മരങ്ങളും എല്ലാം ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ ആനേറങ്ങലിലുള്ള ഈ ബോട്ടിംഗ് സെൻറ്റർ. നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗസ്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ട്. എന്നാൽ ബോട്ടിംഗ് ഉള്ള സമയത്തുള്ള പോലെ ഗസ്റ്റുകളില്ല. ബോട്ടിംഗ് നിർത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് അത്രയും ഗസ്റ്റുകളൊന്നും ഇവിടെ വരുന്നില്ല. ഇപ്പോൾ ഉള്ളത് ജസ്റ്റ് പാർക്ക് പോലെ ഇത് സന്ദർശിച്ച് പോകാനും ഡാമിൻ്റെ വ്യൂ ഒക്കെ പകർത്താനും ഒക്കെ ഉള്ള ആളുകളാണ് ഇപ്പോൾ വരുന്നത്. കണ്ടോ, ഇവിടെ ആക്ടിവിറ്റീസ് കുറേ കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക്. അതേപോലെ ഊഞ്ഞാലുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കാൻ ഇവിടെ ഒരു കോഫി ബാർ പോലെ ഇതൊക്കെ ഉണ്ട്. സ്പൈസസ് വാങ്ങാനും ഒക്കെ കഴിയുന്നൊരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെടികളൊക്കെ ഇങ്ങനെ വളർന്നിരിപ്പുണ്ട്. കണ്ടോ, ഇത് ബോട്ടിങ്ങിൻ്റെ കൗണ്ടറാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബോട്ടിങ്ങിന് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ബോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഈ കൗണ്ടറൊക്കെ അടഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് കണ്ടോ, ഇവിടെ നല്ല പൂന്തോട്ടങ്ങളൊക്കെ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടവഴികളൊക്കെ ഉണ്ട് താഴേക്ക് ഇറങ്ങി പോകാനൊക്കെ. ഇവിടെ കണ്ടോ, നല്ല വലിയൊരു വേരൊക്കെ ഉണ്ട്. ഇതിൽ കയറി നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കഴിയും. വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ അതിൽ കയറി നിന്ന് ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല മരങ്ങളും ഊഞ്ഞാലുകളും എല്ലാം ഉള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഡാമിൻ്റെ വ്യൂ കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാം ഇങ്ങനെ പല കൈവഴികളായിട്ട് ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഉണ്ട് ഡാം. നല്ലൊരു ഡാമാണ് കേട്ടോ ആനേറങ്ങൽ ഡാം. മൂന്നാറിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് വരുവാണെങ്കിൽ ഈ ഡാമിൻ്റെ ഇവിടെ എത്താം. അതേപോലെ സൂര്യനെല്ലിയിൽ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിലും ഇത് അടുത്താണ് ഈ ഡാം. ഇങ്ങനെ നമ്മൾ ഡാമിൻ്റെ അടുത്തോടെ ഇങ്ങനെ പോവുകയാണ്. കണ്ടോ, താഴേക്കൊക്കെ നല്ല വ്യൂ ആട്ടോ. ഇവിടെ നോക്കിയാൽ നല്ല രസമായിട്ട് ഡാമിൻ്റെ വ്യൂ കാണാൻ കഴിയും. കണ്ടോ, സഞ്ചാരികൾ കുറവാണ്, കാരണം ബോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടേക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കണ്ടോ, ഉള്ളിൽ കയറി നമുക്ക് ഇരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കണ്ടോ, ഡാം എല്ലാ രീതിയിലും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ആ ദൂരെ കാണുന്ന കേട്ടോ ഡാമിൻ്റെ ആ കെട്ട്. അവിടെ വെള്ളം കയറി വരുമ്പോൾ ഇങ്ങോട്ടും കുറച്ച് വെള്ളം കയറി വരും. ഇപ്പം വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ മാസമൊക്കെ കഴിയുമ്പോൾ ഫുള്ളായിട്ടാകും ഡാം. നല്ല ഭംഗിയാർന്നൊരു സ്ഥലമാണേ. ഇതിൻ്റെ നല്ല രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മരം കൊണ്ടാണ് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇരിപ്പിടവും ഇതൊക്കെ. കണ്ടോ, അവിടെ ഊഞ്ഞാലുണ്ട്. നമുക്ക് അങ്ങോട്ട് ഡാമിൻ്റെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. വേരുകൾ നല്ല ഭംഗിയാണ് ഇവിടെ. വരുവാണെങ്കിൽ നമുക്കൊരു മണിക്കൂറോളം നല്ല രീതിക്ക് ഇവിടെ ചിലവഴിച്ച് പോകാൻ കഴിയുന്നൊരു സ്ഥലമാണ്. ബോട്ടിംഗ് ഇല്ലെങ്കിലും നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ പകർത്താൻ കഴിയും. നല്ല വ്യൂ ആണ്. നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന പോലത്തെ നല്ല വ്യൂ ആണ്. ടീ പ്ലാന്റേഷൻ്റെ വ്യൂവും ഡാമിൻ്റെ വ്യൂ ഒക്കെ. ഈ ഡാമിന് ചുറ്റും കൂടുതലും ടീ പ്ലാന്റേഷനാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. കണ്ടോ, നല്ല ഭംഗിയാർന്ന സ്ഥലമാണ്. പുൽമേടുകളും എല്ലാം ഉണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം. ഈ ബോട്ടിംഗ് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നമുക്ക് പയ്യെ ചെല്ലാം. ഇവിടെ കണ്ടോ, ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഡാമിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. അതേപോലെ താഴെയാണെങ്കിലും അതേപോലെ ഇരിപ്പിടങ്ങളുണ്ട്. ബോട്ട് പോകുന്നത് കാണാനും ആ കെട്ട് കാണാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം. അവർക്ക് കളിക്കാനൊക്കെ ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് സ്ഥലങ്ങളും കാണാനൊക്കെ. അപ്പം പല സ്ഥലത്തു നിന്ന് ആളുകൾ ഈ സ്ഥലത്തേക്ക് വന്ന് ഒത്തിരി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ബോട്ടിങ്ങിന് പോകാനൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ ബോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ കുറവ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് ഇതിന് ബോട്ടിംഗ് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഒത്തിരി ഗസ്റ്റുകൾ ഇവിടെ വരുവാനും അവർക്കിത് ആസ്വദിക്കാനും കഴിയും. നമ്മളിങ്ങനെ ഇറങ്ങി പോവുകയാണ്. കണ്ടോ, ഇത് ആളുകൾ പോകുന്ന ആ സ്ഥലത്തൊക്കെയാണ് ബോട്ട് നിർത്തിയിട്ട് ആളുകളെ ബോർഡ് ചെയ്ത് ഈ ഡാം ചുറ്റി കാണിക്കുന്നത്. നല്ല ഭംഗിയാണ്. ദൂരേക്കുള്ള നല്ല ദൃശ്യം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ,
ആളുകൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇതുണ്ട് ബോട്ട് കിടക്കുന്നത്, ബോട്ടൊക്കെ ഇങ്ങനെ മറച്ചിട്ടേക്കാണ്. ഇപ്പോൾ യൂസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എല്ലാം എടുത്ത് സൈഡാക്കി ഇട്ടേക്കാണ്. ഇവിടെ പെഡൽ ബോട്ടും സ്പീഡ് ബോട്ടും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല ഭംഗിയാർന്ന സ്ഥലമാണ്. ബോട്ടിംഗ് പുനരാരംഭിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലപോലെ പിന്നെയും ആക്റ്റീവ് ആകും. നമ്മളത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക, സന്ദർശിക്കുക.